ഇന്ത്യക്ക് വീണ്ടും പണി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ച് ഈ ജന്മദിനത്തിന് പിന്നെ അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആശംസയൊക്കെ അറിയിച്ചപ്പോൾ നമ്മൾ കരുതി കുറച്ചൊന്ന് അടങ്ങിക്കാണുമെന്ന്. പക്ഷേ അടങ്ങാൻ ഒരു തീരുമാനവും ഇല്ല എന്നുള്ളത് വീണ്ടും മനസ്സിലായി. ഇന്ത്യയുടെ ഡോളർ കണക്കിന് വെള്ളത്തിൽ പോയി എന്നുള്ള ഒരവസ്ഥയാണ്. അമ്പരന്നിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. എന്താണ് സംഭവം? ഇത് വാസ്തവത്തിൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഇപ്പോൾ ഉണ്ടായ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് നേരിട്ട് നമുക്കിതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ഇതിനു മുമ്പേ ഉണ്ടായതാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ നിയന്ത്രിത ഭരണകൂടം മാറിയിട്ട് ഇവിടെ താലിബാൻ അധികാരത്തിൽ വന്നല്ലോ. അന്നു മുതൽ തുടങ്ങിയ ഒരു ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഇന്ന് ഈ രീതിയിൽ പരിണമിച്ചു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ ഈ ഉന്തിനപ്പോഴൊരു തള്ള് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ അമേരിക്ക വ്യാപാര പ്രതിസന്ധി ഉണ്ടായി നിൽക്കുമ്പോൾ അമേരിക്ക വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ ഇത്തരത്തിൽ ഒരു ഉപരോധം വന്നത്, വാസ്തവത്തിൽ അത് ഉദ്ദേശിക്കുന്നത് ഇറാനെതിരെയുള്ള ഒരു നടപടി എന്ന നിലയിലാണ്. പക്ഷേ അതിൻ്റെ അനന്തരഫലം ഇന്ത്യക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരാം. ഇറാന്റെ തീരത്ത് ഒരു തുറമുഖമുണ്ട്, അതിൻ്റെ പേര് ചബഹാർ എന്ന് പറയുന്നതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഇറാനിലെ നിസ്താൻ, അതേപോലെ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ, ഈ രണ്ടിൻ്റെയും സമീപത്തായിട്ടുള്ള ഒരു ആഴക്കടൽ തുറമുഖമാണ് ഈ ചബഹാർ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചബഹാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഗ്വാദർ എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. അത് ചൈന ഏറ്റെടുത്ത് വലിയ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുറമുഖമാണ്. അപ്പോൾ അതിൽ നിന്ന് കഷ്ടിച്ച് 140 കിലോമീറ്റർ മാത്രം അകലെ ഇന്ത്യ ഇത്തരത്തിലൊരു തുറമുഖം എടുത്ത്, ചബഹാർ എന്ന് പറയുന്ന ഒരു തുറമുഖം എടുത്ത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരേ സമയം തന്നെ ഇന്ത്യക്ക് പ്രയോജനം ആകുന്ന ഒരു സംഗതിയാണ് എന്നതിലുപരി പാകിസ്ഥാനും ചൈനയും നടത്തുന്ന പങ്ക് കച്ചവടത്തിന് ഇന്ത്യ കൊടുക്കുന്ന ഒരു വലിയൊരു മറുപടി കൂടിയായിരുന്നു. ഇപ്പോൾ 2003 മുതലാണ് ഇന്ത്യ ഈ ചബഹാർ തുറമുഖം അത് ഏറ്റെടുത്ത് വികസിപ്പിക്കാനായിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഇറാനുമായിട്ട് നമ്മൾ പലതരത്തിൽ ചർച്ചകളൊക്കെ നടത്തി. അങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി 2016 അവിടെ സന്ദർശനത്തിന് പോയപ്പോഴാണ് ഈ ചബഹാർ തുറമുഖം പൂർണ്ണതോതിൽ ഇന്ത്യക്ക് വിട്ടു നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വികസനവും നടത്തിപ്പും, നമ്മളിപ്പോൾ ചില പാലം പണിയൊക്കെ ഏറ്റെടുത്ത് നടത്തുമല്ലോ, പാലം പണിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അതിൻ്റെ നടത്തിപ്പ് ചുമതല അത് നിർമ്മിച്ച കമ്പനിക്ക് എന്ന് പറയുന്നത് പോലെ ഈ ചബഹാർ തുറമുഖം നമ്മൾ ഏറ്റെടുത്ത് അങ്ങ് നവീകരിക്കുന്നു, കുറേ കാലത്തേക്ക് അതിൻ്റെ നിയന്ത്രണം ഇന്ത്യക്ക്. ആ രീതിയിലുള്ളൊരു കരാർ 2016 നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ ഒപ്പിട്ടിരുന്നു. അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ നടപടികൾ തുടങ്ങിയിരുന്നു. അതായത് 2014 ഒരു 10 വർഷത്തേക്ക് ഈ തുറമുഖം നമുക്ക് നടത്തിപ്പ് ചുമതല നമുക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു $120 മില്യൺ നിക്ഷേപം നടത്തിയിരുന്നു. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു $250 മില്യൺ കൂടി നൽകി. അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ അവരുടെ തുറമുഖം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അങ്ങോട്ടേക്ക് റോഡ് വേണം, റെയിൽ മാർഗങ്ങൾ വേണം, മറ്റു വാഹന സൗകര്യങ്ങളൊക്കെ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പദ്ധതി ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഇറാനിലെ സഹേദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ തുറമുഖത്തിൽ നിന്ന് ഒരു 700 കിലോമീറ്റർ റെയിൽ പാതയും നിർമ്മിക്കുന്നുണ്ട്. അതെല്ലാം ഈ 2026 പൂർത്തിയാകാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇരുട്ടടി പോലെ അമേരിക്ക നടപടിയെടുക്കുന്നത്. കാര്യം അമേരിക്ക ഈ ഇറാനെതിരെ നമ്മുടെ ഈ ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ടാണല്ലോ ഇറാൻ അമേരിക്ക ഉപരോധ പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആ ഉപരോധം പ്രഖ്യാപിച്ച സമയത്ത് 2018 ഇന്ത്യ ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ കൂടെ താല്പര്യം പരിഗണിച്ച അമേരിക്ക ഈ തുറമുഖത്തെ മാത്രം ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ നിന്ന് മുക്തമാക്കിയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പിൻവലിക്കുകയാണ്. അമേരിക്കയുടെ US ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് IFCA അത് പ്രകാരം ഈ വരുന്ന സെപ്റ്റംബർ 29 മുതൽ ഈ തുറമുഖത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അതായത് ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ സാമ്പത്തിക നിയന്ത്രണം, അതുമായി ബന്ധപ്പെട്ട് ഇനി വിദേശ ബാങ്കുകളൊന്നും വായ്പ കൊടുക്കില്ല, അവരുടെ ഇടപാടുകൾ നടത്തി കൊടുക്കില്ല, ആ തുറമുഖത്തേക്ക് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾ വരില്ല, അത്തരത്തൊക്കെയാണ് നടപടി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ അടച്ചു പൂട്ടുന്നതിന് സമാനമായ സംഗതി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇതിനോടകം തന്നെ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് ദശലക്ഷക്കണക്കിന് രൂപ ഇതിനോടകം തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് വെള്ളത്തിലായ അവസ്ഥയിലാണ്. കാരണം അത് ഇന്ത്യക്ക് ഇനി പ്രയോജനപ്പെടുത്താൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 100 കോടി രൂപ വായ്പയും കൊടുത്തിരുന്നു ഈ തുറമുഖത്തിന്. അതൊക്കെ ഇനി എന്തായി തീരുമെന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വികസനം പരിപാടികളാണ് ഇന്ത്യ ഏറ്റെടുത്തേക്കുന്നത്. അവിടെ 1,00,000 TTU എന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെ ഒരു കണക്കാണ്. 1,00,000 TTU കണ്ടെയ്നറുകൾ ആണ് നിലവിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷി. അത് 5,00,000 TTUയിലോട്ട് വികസിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഇന്ത്യ ഏറ്റെടുത്തിരുന്നത്. ഇനി ഇന്ത്യക്ക് ഇത് എങ്ങനെയാണ് നിർണായകമാകുന്നത്? കാര്യം ഇറാൻ പോലൊരു സ്ഥലത്ത് പോയി ഇന്ത്യ തുറമുഖം നവീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇറാൻ വഴി, അതായത് പാകിസ്ഥാനെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ചൈനയുടെ ഭീഷണികൾ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ വഴി നമുക്ക് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നമ്മുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ സുഗമമായി നടത്താൻ വേണ്ടി ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ളൊരു തുറമുഖം, പ്രത്യേകിച്ചും അതുമായി തൊട്ടടുത്ത് തന്നെ പാകിസ്ഥാൻ്റെ ചൈന പാർട്ട്ണർഷിപ്പിൽ മറ്റൊരു തുറമുഖം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ബദൽ മാർഗം അത് എന്തെന്നുള്ള ആലോചനയിലാണ് ഇറാനുമായിട്ട് ഇത്തരത്തിലൊരു തുറമുഖം ഏറ്റെടുത്ത് നവീകരിക്കാനായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടത്. അപ്പോൾ ഈ ഒരു തുറമുഖം യാഥാർത്ഥ്യമായതോടുകൂടി നമ്മുടെ തുറമുഖ വകുപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ തുറമുഖം വന്നതോടുകൂടി മുംബൈ അത് കണക്ഷനാണ്. മുംബൈയിൽ നിന്ന് യൂറേഷ്യ ഇടനാഴി വഴി നമുക്ക് വ്യാപാര ഇടപാടുകൾ നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സമയലാഭവും ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ കണക്ക്. ഈ തുറമുഖം വന്നതിന് ശേഷം, അതായത് ഇന്ത്യൻ നിയന്ത്രണത്തിൽ തുറമുഖം വന്നതിന് ശേഷം അതുവഴിയുള്ള കപ്പൽ ഗതാഗതം 43% വർദ്ധിച്ചു. അതേപോലെ കണ്ടെയ്നർ ഇടപാടുകൾ 34% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്ക ഈ തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഇന്ത്യയുടെ വലിയൊരു സാധ്യതയാണ് ഇവിടെ അടയുന്നത്. കാരണം റഷ്യയുമായിട്ട് പോലും ഈ തുറമുഖം വഴി ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തുറമുഖം ഇനി സാമ്പത്തിക ഉപരോധത്തിൻ്റെ കെണിയിൽപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് അന്താരാഷ്ട്ര കപ്പൽ ശൃംഖലകൾ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താനായിട്ട് മറ്റേ അന്താരാഷ്ട്ര നിലത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ വരില്ല എന്നും ഉറപ്പാണ്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ആദ്യവട്ട പ്രതികരണം നൽകിയിട്ടുണ്ട്. കാരണം ഇത് മൊത്തത്തിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് അമേരിക്ക ഇന്ത്യക്കെതിരെ കരുതിക്കൂട്ടി ചെയ്ത ഒരു നടപടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ മുതൽ, കാരണം അമേരിക്ക ആയിരുന്നല്ലോ, അല്ലെങ്കിൽ അമേരിക്കയുടെ പാവ സർക്കാർ ആയിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ കൂടെ താല്പര്യാർത്ഥമാണ് തൊട്ടപ്പുറത്ത് ഇന്ത്യ ഇറാന്റെ തീരത്തോട് ചേർന്ന് ഒരു തുറമുഖം നവീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഭരണമാറ്റം ഉണ്ടായി. അവിടെ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഈ കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു. 2021 അവിടെ ഭരണമാറ്റം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ആ തുറമുഖമായിട്ട് നവീകരിച്ചിട്ട് ഇനി അമേരിക്കയ്ക്ക് വലിയ മെച്ചമൊന്നും ഇല്ല എന്ന് അവർ മനസ്സിലാക്കി. അതോടുകൂടിയാണ് ഇപ്പോൾ ഇറാനെ എങ്ങനെ പൂട്ടാം, ഇറാനും അമേരിക്കയായിട്ടുള്ള നിലവിലെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അപ്പോൾ പരമാവധി ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ തുറമുഖത്തിനുള്ള ഇളവുകളും അവർ പിൻവലിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് പിൻവലിച്ചതോടുകൂടി ആ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് ചെയ്തിരുന്ന ഇന്ത്യക്കാണ് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന, വലിയ തിരിച്ചടി ഉണ്ടാകുന്ന. പക്ഷേ നമുക്ക് ആശിക്കാം, നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.